നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം, എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ ശാശ്വതമായിട്ടുള്ളത്, ഇനി ശാശ്വതമായിട്ട് വല്ലതും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ചോദ്യം കൽപ്പാന്തകാലം മുതൽ മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ശാശ്വതമായതാണോ ഇവിടെയെല്ലാം? വാച്യാർത്ഥത്തിൽ പറഞ്ഞാൽ, കേവലാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമല്ലാത്ത ഒരു വസ്തു മാറ്റം മാത്രമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും നാം പഠിക്കുന്നതും. എന്നാൽ അങ്ങനല്ല, മറ്റൊരു തത്വചിന്ത കൂടി ഭാരതത്തിലുണ്ട്. ഭാരതത്തിലുള്ള തത്വചിന്ത പറയുന്നത് എല്ലാം ശാശ്വതമായതുമുണ്ട്, ശാശ്വതമല്ലാത്തതുമുണ്ട്. ശാശ്വതമായതെന്ന് പറഞ്ഞാൽ നിത്യവുമുള്ളത്, എപ്പോഴുമുള്ളത്. ശാശ്വതമല്ലാത്തതെന്ന് പറഞ്ഞാൽ അനിത്യം, ക്ഷണഭങ്കുരം, തൽക്കാലത്തേക്ക് വരുന്നു, തൽക്കാലം സമയം കഴിയുമ്പോൾ പോകുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാര കാഴ്ചപ്പാട്. സംഹാരമെന്ന് പറഞ്ഞാൽ രൂപം മാറ്റൽ എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോൾ ശാശ്വതമായതുമുണ്ട്, ശാശ്വതമല്ലാത്തതുമുണ്ട്. ഞാൻ ശാശ്വതമായുണ്ട്, എൻ്റെ ശരീരം ശാശ്വതമല്ല. ഞാൻ എന്ന ഉണ്മ ശരീരമുണ്ടെങ്കിൽ എല്ലാവർക്കുമുണ്ട്, എല്ലാ കാലവുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ശരീരം എല്ലാ കാലവും ഉണ്ടാകണമെന്നില്ല, അതാത് രൂപത്തിൽ ഉണ്ടാകണമെന്നില്ല. രൂപമാറ്റവും വരാം, ആളുമാറ്റവും വരാം. ഇപ്പോൾ മഴ പെയ്യുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ മഴ തോർന്നാൽ അതിൻ്റെ അർത്ഥം അന്തരീക്ഷത്തിൽ ജലം ഇല്ല എന്നല്ല, അതിൻ്റെ രൂപം മാറി. വലിയ തോതിൽ മഴയായി വരാനുള്ള ജലം, മേഘങ്ങളാൽ തടയപ്പെട്ട് വരാനുള്ള ജലം രൂപപ്പെട്ടിട്ടില്ല. അതിൻ്റെ ചെറിയ തോതിലുള്ള ജലാംശം ഭൂമിയിലുണ്ട്. എല്ലാ വസ്തുക്കളും ഇങ്ങനെ തന്നെയാണ്. മാറ്ററിൻ്റെയും ദ്രവ്യത്തിൻ്റെയും എനർജിയുടെയും ഊർജത്തിൻ്റെയും സ്പേസിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒരു രൂപപ്പെടലും രൂപം മാറലും കുറച്ചു കാലം നിലനിൽക്കലും എന്നുള്ള സിദ്ധാന്തം പഠിച്ചാൽ സത്യമായതുമുണ്ട്, നിത്യമായതുമുണ്ട്, ശാശ്വതമായതുമുണ്ട്, ശാശ്വതമല്ലാത്തതുമുണ്ട്. സത്യം, അഹിംസ, നീതി, ന്യായം, സഹകരണം, സഹാനുഭൂതി, സഹിഷ്ണുത, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിത്യമാണ്, സത്യമാണ്. ബ്രഹ്മം സത്യമാണ്, നിത്യവുമുള്ളതാണ്, എപ്പോഴുമുള്ളതാണ്. എന്നാൽ ധർമ്മത്തിൻ്റെ കഥ പഠിക്കുമ്പോൾ ദർശനങ്ങളിൽ പറയുന്നതുണ്ട്, ന നശ്വതി ന ജായതേ, ജനിക്കുകയില്ല, നശിക്കുകയുമില്ല. ന നശ്വതി ന ജായതേ, ജനിക്കുകയുമില്ല, നശിക്കുകയുമില്ല. അപ്പോഴിവിടെ ഉണ്ട്, ഉള്ളത് മാറിയും മറിഞ്ഞും പോയിക്കൊണ്ടേയിരിക്കും. ശാശ്വതമായി നമുക്ക് അനിത്യമെന്ന് പറയാവുന്നത്, ഞാൻ പറഞ്ഞു ശരീരം അനിത്യമാണ്, പക്ഷേ ശരീരങ്ങൾ നിത്യമാണ്, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സമ്പത്ത് ഒരു സമയത്ത് അനിത്യമാണ്, മറ്റൊരാളിൻ്റെ കയ്യിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അനിത്യമാണ്, പക്ഷേ അതിൻ്റെ മറ്റ് ടൂൾസ് എല്ലാം നിത്യമാണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അധികാരം ഒരാളിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അനിത്യമാണ്, വാച്യാർത്ഥത്തിൽ ഒരാളിനത് അനിത്യമാണ്, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് അനിത്യമാണ്. പക്ഷെ അധികാരമെന്ന ആ സംഖ്യ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ഗീത തന്നെ പറയുന്നു, അനിത്യ അസുഖം ലോകം. എല്ലാം അനിത്യമാണ്, മാറ്റമില്ലാതെ ഒന്നും ലോകത്തിലില്ല എന്ന് ബുദ്ധദർശനം പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാഴ്ചപ്പാട് കൂടി പറയണം. ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും ആദിശങ്കരൻ പറയുന്നു. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, അത് സത്യമാണ് എന്ന് പറയുന്നു. എല്ലാം ശാശ്വതമാണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അർത്ഥത്തിൽ ശാശ്വതമല്ല. പക്ഷേ ശാശ്വതമല്ലേ എന്ന് ചോദിച്ചാൽ ശാശ്വതമായതാണ് എല്ലാം എന്ന് പറയേണ്ടി വരും. കാരണം അടിസ്ഥാനപരമായി നമ്മൾ ഈ കാണുന്നതല്ല നമ്മൾ എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാറ്റത്തിലൂടെ, അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളിലൂടെ രൂപമാറ്റങ്ങൾ സംഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം അടിസ്ഥാനപരമായ സത്തയിൽ വലിയ മാറ്റം വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. രൂപപ്പെടൽ ഉണ്ടാവും കുറച്ചു കാലത്തേക്ക്, അത് തന്നെയാണ് സൃഷ്ടി. അത് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അത് നിലനിൽക്കും, അത് സ്ഥിതി. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ രൂപാന്തരമാണ് മാറുന്നത്. അല്ലാതെ അത് കംപ്ലീറ്റ് ഇല്ലാതായി പിന്നെ വേറൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇല്ലാതാവുന്നില്ല. നമ്മൾ ഇലക്ട്രോണിക് ശ്മശാനത്തിൽ അടക്കിയാൽ പോലും വായുവെങ്കിലും പുറത്തേക്ക് വരും, ഗ്യാസെങ്കിലും പുറത്തേക്ക് വരും. അത് കോടാനുകോടി ജീവികൾക്ക് നാശമുണ്ടാക്കും, കോടാനുകോടി ജീവികൾക്ക് ഉന്മയുണ്ടാക്കും, ജീവൻ നിലനിർത്താൻ ഉതകും.
കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വരുന്നതെങ്കിൽ അത് ചെടികൾ എടുക്കും. അങ്ങനെ എന്താണോ പുറത്ത് വരുന്നത്, നമ്മൾ എന്ത് യൗകികമാണോ മനുഷ്യ ശരീരം കത്തിക്കുമ്പോൾ പുറത്ത് ഇനി ഭസ്മത്തിൻ്റെ രൂപത്തിൽ വരികയാണെങ്കിൽ അത് മണ്ണിൽ കിടന്നാൽ വെള്ളത്തിൽ ചേർന്നാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക്, കോടാനുകോടി ജീവജാലങ്ങൾക്ക് ആയുധമായി മാറും. അപ്പോൾ തീർച്ചയായും കംപ്ലീറ്റ് നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് തന്നെയാണ് പറയുന്ന വാചാരംഭണം വികാരോ നാമധേയം മൃത്യുകേഥേവ സത്യം. ചാന്ദ്യോപനിഷത്തിൽ പറയുന്നു, രൂപങ്ങളും പേരുകളും ഘടനയും ഭാവവും എല്ലാം മാറാം, പക്ഷെ അടിസ്ഥാന വസ്തു അതായത് ആ തത്വം ഒരു കാരണവശാലും മാറുന്നില്ല. അത് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ പറ്റും. തിരമാലകൾ മാറി വന്നും പോകും, പക്ഷെ കടൽ എന്ന് പറയുന്നത് ഉണ്ടാകും. അത് ഇവിടെ കാണുമോ അവിടെ കാണുമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കടൽ ഉണ്ടാകും. ആകാശമുണ്ട്, എവിടെ കാണുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പകലും രാത്രിയും ഉണ്ട്, അതെവിടെ കാണുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് അനുഭവവേദ്യമല്ലാത്തതൊന്നും ശാശ്വതമല്ല എന്ന് പറയാൻ കഴിയില്ല. ശാശ്വതമല്ലാത്ത എല്ലാം നിത്യവും ഉള്ളതാണ്. പക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? മാറ്റം എന്ന് പറയുന്നത് കേവല അർത്ഥത്തിലുള്ള മാറ്റമാണ്. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റമാണ്. അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ല എന്ന് പറയാം. പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ശാശ്വതമായി നമ്മൾ ആരാണ്? ഞാൻ എന്ന് പറയുന്നതും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറയുന്നതും ഉന്മ, സ്വത്വം, സത്യം, അഹിംസ തുടങ്ങിയ ഒരുപാട് അടിസ്ഥാന തത്വങ്ങൾ ഒക്കെ തന്നെ, പഞ്ചഭൂതങ്ങൾ ഒക്കെ തന്നെ ശാശ്വതമായി പോകുന്നതാണ്. അതിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകാം, രൂപത്തിൽ മാറ്റമുണ്ടാകാം, വ്യത്യാസമുണ്ടാകാം. രൂപമാറ്റവും ഘടനാമാറ്റവും ഭാവമാറ്റവും ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അത് ശാശ്വതമല്ല എന്നൊന്നല്ല. ഗീതയുടെ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. നാസതോ വിദ്യതേ ഭാവോ നാഭോവോ വിദ്യതേ സത്. അസതായത് രൂപം സ്ഥിരമായി നിലനിൽക്കില്ല. ഒരു മനുഷ്യൻ്റെയോ ആവട്ടെ ഏതൊരു വസ്തുവിൻ്റെ രൂപവുമായാലും സ്ഥിരമായി നിലനിൽക്കില്ല. അതായത് സദായത് സത്വം എന്നും അല്ലെങ്കിൽ അതിൻ്റെ തത്വം തീർച്ചയായും നിലനിൽക്കുക തന്നെ ചെയ്യും. അദ്വൈതത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോഴും രൂപം എന്ന് പറയുന്നത് വ്യവഹാരമായിട്ടുള്ള ഒരു സത്യമാണ്, വ്യവഹാരാർത്ഥത്തിലുള്ള സത്യമാണ്. അതേസമയം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ പരമാർത്ഥമായ സത്യം വേറെയുണ്ട്, അത് ശാശ്വതമാണ്. ഇവിടെ നിർഭാഗ്യവശാൽ ആചാര്യന്മാരും ഗുരുക്കന്മാരുമൊക്കെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ സിദ്ധാന്തവും പഠിച്ചു വെച്ചുകൊണ്ട് ഭാരതത്തെ വിലയിരുത്തിക്കൊണ്ട് ഹിന്ദു ആചാര്യന്മാർ പോലും, ഹിന്ദു സന്യാസിമാർ പോലും ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും അവരോട് സങ്കടമാണുള്ളത്, വിഷമമാണുള്ളത്, പരിഭവമാണ്, മറ്റൊരു പരാതിയുമില്ല. കാരണം ഇവിടെ രൂപമാണ് മാറുന്നത്, ഘടനയാണ് മാറുന്നത്, ഭാവമാണ് മാറുന്നത്, സ്വത്വം മാറുന്നില്ല എന്നുള്ളതാണ്. നിലനിൽപ്പല്ല ശാശ്വതമായിട്ടുള്ളത്, ശരിക്ക് തത്വമാണ് ശാശ്വതമായിട്ടുള്ളത്. ആ തത്വമുണ്ട് എന്നുള്ളത് ഓരോന്നിലും ഉണ്ട്, എല്ലാ കാര്യത്തിലുമുണ്ട്. സൂക്ഷ്മതലത്തിൽ പോലും ഒന്നുമില്ലേ എന്ന് ബുദ്ധനോട് ചോദിച്ചപ്പോൾ സൂക്ഷ്മതലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞത്. എല്ലാം അനിത്യമാണെന്ന് ബുദ്ധൻ പറയുമ്പോഴും അപ്പോൾ സൂക്ഷ്മതലത്തിൽ ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യമായത് സൂക്ഷ്മതലത്തിൽ ഉണ്ട് എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുപോലെ തന്നെ രൂപം എന്ന് പറയുന്നത് നമുക്ക് അനിത്യമെന്ന് പറയാമെങ്കിലും അതിൻ്റെ പ്രക്രിയ, ആ പ്രോസസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനിത്യമായി അനുസ്യൂതം അനവരതം ഈ പ്രപഞ്ചത്തിൽ തുടരുകയാണ്. ആധുനിക ഫിസിക്സും പറയുന്നത് മറ്റൊന്നല്ല. നമ്മളോട് ഫിസിക്സ് പറയുന്നതും വിവിധ രൂപങ്ങളുണ്ട്. ഒരു വസ്തുവിന് സോളിഡായിട്ട് നിൽക്കാം, ലിക്വിഡായിട്ട് നിൽക്കാം, ഗ്യാസിൻ്റെ രൂപത്തിലേക്ക് മാറാം. എനർജി mc² എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. മാറ്ററും സ്പേസും എനർജിയും തന്നെയാണ് അവിടെയും പറയുന്നത്. ഒരു വസ്തുവിനെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ അത് കണമായി നിൽക്കും, തരംഗമായി നിൽക്കും, പല രൂപത്തിൽ കാണും. അനിത്യമായ രൂപതലത്തിൽ നമുക്കുള്ളത് എന്ന് ഒരവസ്ഥയുണ്ട്, അത് അനിത്യമാണ് അവസ്ഥ. അതേസമയം പ്രക്രിയയുടെ തലത്തിലുള്ളത്, ഊർജത്തിൻ്റെ തലത്തിലുള്ളത്, അത് നിരന്തരമാണ്, നിതാന്തമാണ്, എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ശാശ്വതമാണ് ഈ ഭൂമി എന്ന് നാം പഠിക്കുമ്പോൾ എൻ്റെ ശരീരം കേവലമാണെന്നും അത് ഞാൻ വീണ്ടും ശരീരങ്ങളിൽ നിന്ന് ശരീരങ്ങളിലേക്ക് ഞാനെന്ന ഉന്മ, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ കടന്നു പോകുമെന്നും അറിയുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു ആത്മീയ ചിന്തയാണ്, സ്വത്വ ചിന്തയാണ് നമുക്കുണ്ടാവുക. അത് വളരെ കൃത്യമാണ്. കടലിലെ ഞാൻ നേരത്തെ പറഞ്ഞു, തരംഗം നമുക്ക് കാണാം, കുറച്ച് സമയം കാണില്ല, പക്ഷേ അപ്പോഴും വെള്ളം അവിടെയുണ്ട്. അത് വേണമെങ്കിൽ അതിന് കടലിറങ്ങിയും കയറിയും പോകാം. പക്ഷേ കടൽ എന്ന് പറയുന്ന ഉന്മ അത് വെള്ളമായി അത്രയും വിശാലമായി കിടക്കുമ്പോൾ ആ ഉന്മ അവിടെ ഉണ്ട്. അത് നമ്മൾ ഒരു വളരെ രസകരമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ മരണം
ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ജനനമെന്ന് പറയുന്നത് ശരീരമാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മരണം ശരീരമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ മരണമെന്നത് ശരീരത്തിൻ്റെ പോക്ക് മാത്രമല്ല, മരണമെന്നത് മറ്റ് പലതിൻ്റെ കൂടി തുടക്കമാണ്. ഒരാളിൻ്റെ മരണം മറ്റൊന്നിൻ്റെ തുടക്കമാണെന്ന് തിരിച്ചറിയണം. ഞാൻ മരിച്ചു പോയാൽ, എന്നെ അടക്കിയാൽ, എന്നെ കത്തിച്ചു കളഞ്ഞാൽ അതിൻ്റെ ചാമ്പൽ ഉൾപ്പെടെ കോടാനുകോടി ജീവികൾക്ക് അന്നമാണ്. എന്നെ കത്തിച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ കൊണ്ട് കളഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഇട്ടാണ് എന്നെ കത്തിക്കുന്നതെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന, എന്നെ കത്തിച്ച് എൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസും അതുപോലുള്ള മറ്റ് ഘടകങ്ങളും ചാരവും ഒക്കെ വീണ്ടും കോടാനുകോടി ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും അന്നമാണ്, അതിൻ്റെ ജീവനാണ്. അപ്പോൾ ഒരു കാരണവശാലും ജീവൻ എന്ന സങ്കല്പം അനിത്യമായി നിൽക്കുന്നില്ല. അത് നിത്യമായി അനവരതം അനുസ്യൂതം തുടരുക തന്നെയാണ്. അതുപോലെ തന്നെ ജലം, കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് മഴയായും മഞ്ഞായും ഭൂമിയിൽ വന്ന് അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, അതിൻ്റെ സ്ഥലകാല ഭേദം മാറി, സ്ഥലകാല വ്യത്യാസത്തിനനുസരിച്ച് അത് പോകുമ്പോൾ അതില്ല, അതിൻ്റെ ഉണ്മയില്ല എന്ന് പറയാൻ കഴിയില്ല. അത് ശാശ്വതമാണ്. സൂര്യപ്രകാശം സോളാർ സൈക്കിളിലൂടെ വന്ന് ഞാൻ ഈ പറയുന്ന ഒരുപാട് സംവിധാനങ്ങളിലൂടെ എടുത്ത്, പ്രകാശ സംശ്ലേഷത്തിലൂടെ ചെടികളെടുത്ത്, മനുഷ്യരെടുത്ത്, എല്ലാവരും എടുത്തതിന് ശേഷം അധികം വരുന്ന സോളാർ അല്ലെങ്കിൽ ആ പ്രകാശം, ചൂട് വീണ്ടും ഭൂമിയിലേക്ക് പോയി അത് അനുസ്യൂതം സഞ്ചരിക്കുമ്പോൾ അതില്ല എന്ന് പറയാൻ കഴിയില്ല. താൽക്കാലികമായി നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട്, താൽക്കാലികമായി നമ്മൾ കാണാത്തത് കൊണ്ട്, നമ്മൾ ഉണ്ടാക്കിയ രൂപത്തിൽ ഇരിക്കാത്തത് കൊണ്ട് അത് ശാശ്വതം അല്ല എന്ന് പറയുന്നത് ആത്യന്തികമായി സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ ശരിയല്ല. ജായതേ രൂപമാത്രം ഹൈ, രൂപമാത്രമാണുള്ളത്. സ്ഥിതിം പ്രാപ്യ വിനശ്യതി സൂക്ഷ്മതത്വം ന ജായതേ ന വിനസ്തുതി കഥാചന. രൂപം മാത്രമാണ് ജനിക്കുന്നത്, രൂപം മാത്രമാണ് കുറച്ചു കാലം നിലനിൽക്കുന്നത്, രൂപം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. സൂക്ഷ്മമായ തത്വം ഒരിക്കലും മരിക്കുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അത് അനശ്വരമാണ്, അത് നിത്യമാണ്, ശാശ്വതമാണ് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. മനുഷ്യന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വസ്തു രൂപപ്പെട്ടാൽ അതിനൊരു നിശ്ചിത കാലയളവ് മാത്രമേ ആ സ്വത്വത്തിൽ അതിന് നിൽക്കാൻ കഴിയുകയുള്ളൂ. നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ അതിൻ്റെ സ്വത്വം മാറിയേ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ശാശ്വതമായി ഇല്ലാതാകുന്നു എന്നൊരർത്ഥം ഇല്ല. നിങ്ങൾ ഒരു മേശ വാങ്ങി, ആ മേശയെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലുകൾ ഒടിച്ചു, മുറിച്ചു മാറ്റി, അത് കസേര ഉണ്ടാക്കി, അപ്പോഴത് കസേരയായി. കസേര വീണ്ടും മുറിച്ചു മാറ്റി സ്റ്റൂളാക്കിയപ്പോൾ അത് സ്റ്റൂളായി. സ്റ്റൂളും ആയി, അതും വയസ്സായി കഴിഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ കത്തിച്ചപ്പോൾ വിറകായി, വിറക് കത്തിച്ചപ്പോൾ അത് ചാരമായി, ചാരമായപ്പോൾ അതിൽ കാർബണായി, കാർബണായപ്പോൾ അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വന്നു, അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ചെടികൾ എടുത്തു. ഇങ്ങനെ 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 ഓരോ വസ്തുക്കളെയും നിങ്ങൾ നോക്കിക്കോളൂ. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നോക്കിയാലും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും രൂപമാറ്റത്തിൻ്റെയും സംഹാരമെന്ന് പറഞ്ഞാൽ പോരാ, രൂപമാറ്റത്തിൻ്റെയും കഥകൾ പഠിക്കുന്ന നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ ശുദ്ധമായ ശരീരത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മാറുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയും. അവിടെയാണ് യോഗയുടെയൊക്കെ ഒരു പ്രസക്തി കയറി വരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നതാകട്ടെ, ചിന്തകൾ എന്ന് പറയുന്നത് എല്ലാ കാലവും ഉള്ളതാണ്, അത് ശാശ്വതമാണ്, അത് സത്യമാണ്. അപ്പോൾ മനസ്സ് ശാശ്വതമാണ്, സത്യമാണ്. മനസ്സ് മരിച്ചു പോകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ എത്ര വയസ്സായ ആളിനും കുഞ്ഞിനും ഒക്കെ മനസ്സൊരുപോലെ ഇരിക്കുന്നത്. അത് പക്വത ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സിന് വയസ്സാകുന്നുണ്ടോ? ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. കൊച്ചു കുട്ടികളെ പോലെ മുതിർന്നവർ കാണിക്കുമ്പോൾ മനസ്സിന് എവിടെയാണ് വയസ്സാകുന്നത്? ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു ബോധമുള്ളത്, ഞാൻ എന്നത് മാറുന്നില്ല, എൻ്റെ ശരീരം മാറുന്നുണ്ട്. എൻ്റെ ശരീരം മാറുന്നത് കണ്ടിട്ട് ഞാൻ മാറുന്നില്ല, മാറാതിരിക്കുന്ന എന്നെ ശാശ്വതമല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് രൂപമാറ്റം സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നതാണ് നല്ലത്. ആത്യന്തികമായുള്ള സത്യം, ആ സ്വത്ത് അല്ലെങ്കിൽ ആ സ്വത്വം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ രസകരമായി നമുക്ക് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു മാർഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനുഷ്യൻ്റെ ചിന്തകൾ ഓരോ വഴിക്കും പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? രൂപം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അനിത്യം തന്നെയാണ്. അത് നിത്യവും ഉണ്ടാകണമെന്നില്ല ഓരോ രൂപവും. അത് നമ്മൾ അച്ഛൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെ വരുന്ന ആൾ, അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിൽ, ഏത് രൂപത്തിൽ, മക്കളുടെ രൂപത്തിൽ, സഹോദരങ്ങളുടെ രൂപത്തിൽ,
ഏത് രൂപത്തിലാവട്ടെ, ഇനി പക്ഷിമൃഗാദികളുടെ രൂപത്തിൽ, ചെടികൾ ഏത് രൂപത്തിൽ വന്നാലും അത് തീർച്ചയായിട്ടും അനിത്യം തന്നെയാണ്, എല്ലാ കാലവും നിലനിൽക്കുന്നില്ല. പക്ഷേ ആ സ്വത്വം, ആ ബോധം, ആ ഉന്മ എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ രൂപാന്തരം മാത്രമേ ഉള്ളൂ, നാശം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ആ ഭൗതികമായ ഘടനയ്ക്ക് നാശമുണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ എങ്കിലും അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചം അതിൻ്റെ അന്തസത്ത, അതിലുള്ള ക്രക്സ്, അതിലുള്ള പ്രധാന വസ്തുക്കൾ എങ്ങോട്ട് പോകുന്നു, അത് ആർക്കൊക്കെ ഗുണം കിട്ടുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. മണ്ണിൻ്റെ പിന്നിലെ യഥാർത്ഥ മണ്ണെന്താണ്, മണ്ണ് പറയുമ്പോൾ അതിലെ മണ്ണെന്താണ്, ജലമെന്ന് പറയുമ്പോൾ ആരാണ് അതിനെ ജലമാക്കിയത്, എന്താണ് അതിൻ്റെ വായു എന്ന് പറയുമ്പോൾ എന്താണ് ആ വായു, കേവലാർത്ഥത്തിൽ വായു ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വായു നശിച്ചു പോയി എന്നുള്ളതല്ല. താൽക്കാലികമായ സ്ഥലകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്കെല്ലാം ശാശ്വതമല്ല എന്ന് തോന്നുന്നതും എല്ലാം നശിക്കുന്നു എന്ന് തോന്നുന്നതും പിന്നെ എന്തിനാണ് നമുക്ക് ഈ ജീവിതം, നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നു എന്നൊക്കെ തോന്നും. അഹങ്കാരത്തിനും അല്ലെങ്കിൽ പിന്നെ അഹംഭാവത്തിനുമൊക്കെ ഉള്ള മരുന്നായി വേണമെങ്കിൽ പറയാം, എല്ലാം നശിച്ചു പോകും, ശാശ്വതമാണ്, ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. മനുഷ്യർ കൊണ്ടുവരുന്നവരാണ്, കൊണ്ടുപോകുന്നവരാണ്. അമ്മയുടെ വയറ്റിലേക്ക് കുഞ്ഞു വളർന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഗുണഗണങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും നിറം, അവരുടെ ഘടന, അവരുടെ രൂപസാദൃശ്യം, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അവരുടെ കുടുംബത്തിലുള്ള ഒരുപാട് ബന്ധുമിത്രാദികളുടെ രക്തബന്ധത്തിലുള്ള ഒരുപാട് പേരുടെ ഗുണഗണങ്ങളുമായിട്ടാണ് ഭൂമിയിൽ മനുഷ്യർ വരുന്നത്. ആരാണ് പറഞ്ഞതൊന്നും കൊണ്ടല്ല വരുന്നതെന്ന്? വാസനകളും കൂടെ കൊണ്ടുവരാറുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ വാസനകൾ കൊണ്ടുവരാറുണ്ട്, ജന്മാന്തരങ്ങളിലെ വാസനകൾ കൊണ്ടുവരാറുണ്ട്. ആ കൊണ്ടുവരുന്നത് കൊണ്ടാണ് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പ്രായത്തിലുണ്ടാകുന്നത്. നന്നായി മദ്യപിക്കുന്നവരുടെ മക്കൾ, നന്നായി ഗഞ്ചാവും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുടെ മക്കൾ അംഗപരിമിതമുള്ളവരായി ജനിക്കുന്നു എന്ന് പോലും പുതിയ ലോകം തെളിയിക്കുന്നു. അപ്പോൾ കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിച്ച് വളരെ സൗന്ദര്യത്തോടു കൂടി മനോഹരമായി ജീവിതം ആസ്വദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സുന്ദരമായ മനോഹരമായ കുഞ്ഞുങ്ങൾ കൂടെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മയക്കിനും മരുന്നിനും മദ്യത്തിനും അടിമപ്പെടരുത് എന്ന് പറയും. കാരണം ഇതാണ്, അംഗവൈകല്യം പോലും പരിമിതമായ അംഗപരിമിതർ പോലും ജനിക്കുന്നതിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം അച്ഛനും അമ്മയും ഒക്കെ അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുമെന്ന് പുതിയ ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറയാനാകില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പോകുന്നത്. ഞാൻ നേടിയ എത്ര അറിവ് ഞാൻ കൊടുത്തു പോയാലും എൻ്റെ ബാലൻസുള്ള അറിവ്, എൻ്റെ ബാലൻസുള്ള പല കാര്യങ്ങളും, എൻ്റെ വാസന, പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നൊക്കെ പറയുന്നത് അഹങ്കാരം കുറയ്ക്കുന്നതിന് കൊള്ളാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യനെ നയിക്കുമ്പോൾ മോട്ടിവേഷനായിട്ട് കൊള്ളാം. പക്ഷെ യഥാർത്ഥത്തിലുള്ള സത്യം അല്ല. നമ്മൾ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അഹങ്കാരം നമ്മൾ പലപ്പോഴും വളരെ കുഞ്ഞുങ്ങൾക്ക് പോലും എൻ്റേത് എന്ന ബോധം, വളരെ കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും കളിപ്പാട്ടം എടുത്തു വെച്ചിട്ട് ഇത് എൻ്റേത് എന്ന് പറയാനുള്ള ബോധം ആ കുഞ്ഞിന് എവിടെ നിന്നാണ് കിട്ടിയത്? അത് കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ വാസനയിലുള്ളതാണ്. ഇത് നിൻ്റേത് കൂടിയാണ് എന്ന് കുഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒന്നിച്ച് കളിക്കാമെന്ന് കുഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ വാസനയാണ്, കുഞ്ഞ് കൊണ്ടുവരുന്നതാണ്. ശീലങ്ങൾ പലതും കൊണ്ടുവരുന്നതാണ്. വാസന, ശീലങ്ങൾ, പിന്നെ വൈഭവങ്ങൾ, കഴിവുകൾ പലതും ജന്മനാ നമ്മൾ കഴിവുണ്ടെന്ന് പറയും. എവിടെ നിന്നാണ് ഈ ജന്മനാ കഴിവ് കിട്ടിയത് എന്ന് നമ്മൾ ചരിത്രം പഠിക്കണ്ടേ, ശാസ്ത്രം പഠിക്കണ്ടേ? അങ്ങനെ ഞാൻ വീണ്ടും പറയുന്നു, രൂപം വ്യത്യാസമുണ്ടാകാം, രൂപത്തിന് മാറ്റമുണ്ടാകാം, ഓരോ ഘട്ടത്തിലും രൂപമാറ്റമുണ്ട്, ഘടനാപരമായ മാറ്റമുണ്ട്, സ്ട്രക്ചറലായ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ സ്വത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, രൂപപ്പെടുന്നു, സൃഷ്ടിക്കപ്പെടുന്നു, അത് സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, ആ സ്വത്വം നശിച്ചുകൊണ്ട് അടുത്ത രൂപത്തിലേക്ക് പോകുന്നു. ഇത് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ഈ എന്ന് തുടങ്ങിയെന്ന് നമുക്കറിയില്ല, എന്ന് അവസാനിക്കുമെന്നറിയില്ല, അവസാനിക്കുമോ എന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരുന്നത്? ആദിയിൽ എപ്പോഴോ തുടങ്ങിയ ഒരു പ്രപഞ്ചം. ഇനി നല്ലൊരു തമാശ എന്താണെന്നറിയാവോ? എത്ര പ്രപഞ്ചമുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല, എത്ര ഭൂമിയുണ്ട് നമുക്കറിയത്തില്ല. 9 ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു വെക്കും. പക്ഷേ ഇനി 10ാമത് ഗ്രഹമുണ്ടോ? ഗാലക്സികൾ എത്ര, നക്ഷത്രങ്ങൾ എത്ര, കോടാനുകോടി നക്ഷത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കും. എവിടെയാണ് ഇരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടതിനേക്കാൾ
കടലാഴമളക്കുന്ന, കരയിൽ നിന്ന് കടലാഴമളക്കുന്ന മനുഷ്യരാണ് നമ്മൾ. കരയിൽ നിൽക്കുമ്പോൾ കടലിൻ്റെ ആഴമളക്കാൻ ശ്രമിക്കരുത്. കടലിൽ പോയി അളക്കാൻ കഴിയുകയുമില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിമിതി. കടലിൽ പോയി അളക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം അളക്കാൻ പോയാൽ കടൽ നമ്മളെ കൊണ്ടുപോകും. എത്ര മെഷീൻ വഴി പോയാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും. ഊഹങ്ങളും നിരീക്ഷണങ്ങളും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എടുക്കുമെന്നുള്ളല്ലാതെ ഓരോ സ്ഥലത്തും പോയി കടൽ അളന്ന് നോക്കാൻ നമുക്ക് കഴിയില്ല. കടലിൻ്റെ ആഴവും പരപ്പവും അങ്ങനെ അളന്ന് വിശാലമായി വസ്തു അളക്കുന്നത് പോലെ അളന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ കടലിൻ്റെ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ കണക്കുകളാണ് ഉപയോഗിക്കുന്നത്. അരിത്തമെറ്റിക്കാണ്, സ്റ്റാറ്റിറ്റിക്സ് ആണ് ഉപയോഗിച്ച് പറയുന്നത്. 100% റിയൽ ആയിരിക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ കടലാഴം അളക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഈ ബ്രഹ്മാണ്ടത്തെ നമ്മൾ അളക്കുന്നത്. അങ്ങനെ അളക്കുന്ന മനുഷ്യന് വലിയ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ അവനെ പരുവപ്പെടുത്താൻ, അല്ലെങ്കിൽ അവനെ പരിമിതപ്പെടുത്താൻ, അവൻ്റെ അഹങ്കാരമില്ലാതാക്കാൻ, അവനെ നീ ഒന്നുമല്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ പരുവപ്പെട്ടു വരുന്നത് എങ്കിൽ അത് പറഞ്ഞോളൂ. പക്ഷേ സത്യം അവിടെ അല്ല നിൽക്കുന്നത്. യാഥാർത്ഥ്യം അതല്ല. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ശാശ്വതമായ കുറേ സത്യങ്ങളിലാണ്, ശാശ്വതമായ കുറേ മൂല്യങ്ങളിലാണ്, ശാശ്വതമായ ചില ധർമ്മങ്ങളിലാണ് ഈ ഭൂമിയും പ്രപഞ്ചവും നിലനിൽക്കുന്നത്. അത് ശാശ്വതമാണ്, സത്യമാണ്, സത്വമാണ്, അത് പിന്നെ ഉള്ളതാണ്. അതാണ് അതിൻ്റെ സത്ത. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാറ്റിലും വരുന്ന ഒരു ബോധം നമുക്ക്, ഇതിനെ സംബന്ധിക്കുന്ന ബോധം നമുക്ക് പലപ്പോഴും നമ്മുടെ ഞാനീ പറയുന്ന ഒരു ബോധമുണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ഭൗതിക ബോധമുണ്ടല്ലോ, അത് പലപ്പോഴും ഇല്ലാതാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ശാന്തതയും പുതിയ ഒരു ബോധോദയവും ഉണ്ടാകും. അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ചിന്തയാണ്. ചിന്തയെ ഞാൻ എന്ന് പറയുന്നത് ചിന്തയല്ല, ഞാൻ എന്ന് പറയുന്നത് ചിന്തയുടെ ബോധമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സുഖം വന്നതുപോലെ പോകും, ദുഃഖവും വന്നതുപോലെ പോകും എന്നും അതേസമയം സുഖത്തെയും ദുഃഖത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന ആ സാക്ഷി പോകുന്നില്ല. സുഖം കാണാനും സാക്ഷി ഇവിടെയുണ്ട്, ദുഃഖം കാണാനും സാക്ഷി ഇവിടെയുണ്ട്, സുഖം അനുഭവിക്കാനും സാക്ഷി ഇവിടെയുണ്ട്, ദുഃഖം അനുഭവിക്കാനും സാക്ഷി ഇവിടെയുണ്ട്, ദുഃഖം പോയാലും സാക്ഷിയുണ്ട്, ദുഃഖം നിന്നാലും സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് നിത്യം. അത് അനിത്യമല്ല, അത് ശാശ്വതമാണ്. അത് പഠിച്ചാൽ വളരെ മനോഹരവുമാണ്. പ്രവർത്തനം എൻ്റേതാണ്, പക്ഷേ ഫലം എൻ്റേതാൽ മാത്രമല്ല മറ്റുള്ളതും കൂടിയാണ് എന്നറിയുമ്പോഴാണ് ആ ഫലമെന്ന് പറയുന്നത്, എൻ്റേതല്ലാതെ മറ്റുള്ളതും കൂടി വരുന്ന ഫലത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് അത് ശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതാണ്, എല്ലാ കാലത്തുമുള്ളതാണ്. കർമ്മമുണ്ടോ, കർമ്മത്തിന് ഫലവുമുണ്ട്. നിഷ്കാമ കർമ്മം എന്നൊരു ഫലമില്ല, എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. ആ ഫലം എന്ന് പറയുന്നത് നിത്യമാണ്. കർമ്മം ചിലപ്പോൾ അനിത്യമായിരിക്കാം. അങ്ങനെ വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു പഠനമാണ്. രൂപത്തിൻ്റെ അവസാനം നമുക്ക് മരണമെന്ന് പറയാം, അല്ലെങ്കിൽ സംഹാരമെന്ന് പറയാം, അല്ലെങ്കിൽ നാശമെന്ന് പറയാം. അതേസമയം തത്വത്തിൻ്റെ അവസാനം മരണമല്ലല്ലോ. സത്വവും അല്ലെങ്കിൽ തത്വവും ഒക്കെ സത്തയുമൊക്കെ നിലനിൽക്കുന്നതാണ്, നിത്യവും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നത് അധർമ്മ ഭയത്താൽ അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോധത്തിലൂടെ വേണം ചെയ്യാനും ചെയ്യേണ്ടതും. സ്വാഭാവികമായ ധർമ്മജീവിതം നയിക്കുമ്പോൾ അത് എളുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, ലോഭ മോഹങ്ങൾക്കും പെണ്ണിനും മദ്യത്തിനും മദിരാക്ഷിക്കും സമ്പത്തിനും അധികാരത്തിനുമൊക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും കാമം എന്ന് പറയുമ്പോൾ മധുരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ അത് എളുപ്പമല്ല മാനവരാശിക്ക് ഇതൊക്കെ തിരിച്ചറിയുക. പക്ഷേ നമുക്കതിന് പോകണം. ഇപ്പം ഞാനായാലും ഞാനിതൊക്കെ പറയുമ്പോൾ എന്നെയും ഞാൻ രൂപപ്പെടുത്തേണ്ടതുണ്ട്, ഞാനും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അപ്പോൾ മാനവരാശി എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഒരു രൂപമല്ല എന്ന്, ആ രൂപങ്ങളെ അനുഭവിക്കുന്ന ഒരു അസ്തിത്വമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ ഞാൻ നിത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ അനിത്യമെന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന വസ്തുക്കളും ആ രൂപമുള്ള വസ്തുക്കളും അനിത്യമാണെന്നും ഞാൻ എന്നത് നിത്യവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ എത്ര മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ശാശ്വതമാണ് സത്യമായതെല്ലാം, ബാക്കി വന്നിരിക്കുന്നതെല്ലാം മായയാണ് എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. കാരണം ഇന്നിന് മാത്രമേ അതിന് രൂപമുള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ, ഇന്നെന്ന് പറയുന്നത് കുറച്ച് നീട്ടിപ്പോകാം, നാളെ എന്നൊക്കെ പറയുന്നത് കുറച്ച് നീട്ടിപ്പോകാം. അത് കഴിഞ്ഞാൽ, ആ അവസ്ഥ കഴിഞ്ഞാൽ അതിന് രൂപമാറ്റം കൃത്യമായി സംഭവിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തകളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ
ഈ ദാർശനിക ചിന്ത കൊണ്ടുവേണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇത്തരത്തിലുള്ളൊരു ദാർശനിക ചിന്തയാണ്, ഇത്തരത്തിലുള്ള തത്വചിന്തയാണ്, ഇത്തരത്തിലുള്ളൊരു ആത്മീയ ചിന്തയാണ്, ഇത്തരത്തിലുള്ളൊരു സനാതന ചിന്തയാണ് ഭാരതം ലോകത്തിന് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ആരാണ് എന്ന് തുടങ്ങുന്നിടത്തു നിന്ന്, ഞാൻ എന്ന് പറയുന്ന ഉന്മ എന്ന് പറയുന്നിടത്തു നിന്ന്, നീ ആരാണെന്ന് പറയുന്നിടത്തു നിന്ന്, ഈ പറയുന്ന നിത്യവും മുമ്പോട്ട് പോകുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത്, സകലതിനെയും മുന്നോട്ട് നയിക്കുന്ന ഊർജം, അല്ലെങ്കിൽ സകലതിനും നിൽക്കാൻ കഴിയുന്ന സ്പേസ്, സകലതിനും നിലനിൽക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ മാറ്റർ, അത് ഞാൻ നേരത്തെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറയുന്ന ഘടകങ്ങളാകുന്ന മാറ്റർ, ദ്രവ്യം, അടിസ്ഥാനപരമായ ദ്രവ്യം, അടിസ്ഥാനപരമായ ഊർജം, അടിസ്ഥാനപരമായ സ്പേസ് ശാശ്വതമാണ്. പക്ഷെ അത് ശാശ്വതമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാലദേശങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, അതിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിന് വ്യത്യാസമുണ്ടാകും, ഇരിക്കുന്ന രൂപത്തിന് വ്യത്യാസമുണ്ടാകും, ഇരിക്കുന്ന ഭാവത്തിന് വ്യത്യാസമുണ്ടാകും, കാണുന്ന രൂപത്തിന് വ്യത്യാസമുണ്ടാകും, കാണുന്ന ഭാവത്തിന് വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസത്തിലൂടെ കാണുന്ന സമയത്തിന് വ്യത്യാസമുണ്ടാകും. നിശ്ചിത സമയമേ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയൂ, നിശ്ചിത സമയമേ നമുക്ക് അവിടെ ഇരിക്കുകയുമുള്ളൂ. ആ നിശ്ചിത ഇരിക്കുന്ന സമയം, ഒരാൾ ജനിച്ച് 80 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സിനകത്ത് അദ്ദേഹം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 വയസ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഇല്ലാതാകുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ നിലനിൽക്കും. അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത്. ഗാന്ധിജി മരിച്ചിട്ട് എല്ലാം ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്ന ഞാൻ, ഒരുപാട് കാര്യങ്ങളും കൊണ്ടാണ് ഗാന്ധിജി പോയതെന്നും, ഇനി ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് പോയതെന്നും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വീട്ടിലൊരു കുടുംബത്തിലെ കുടുംബനാഥനെ എടുത്തോളൂ, ഗാന്ധിജിയെ വിട്ടേക്കുക. അദ്ദേഹമായാലും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ കൊണ്ടും കൊടുത്തും എടുത്തും കൊടുത്തുമൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു യാത്രയാണ് മനുഷ്യ ജീവിതവും എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം. ആ യാത്രയിൽ നമ്മൾ കുറച്ച് സമയം കുറച്ച് സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നു, കുറച്ച് സമയം കുറച്ച് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, കുറച്ച് സ്ഥലത്ത് കുറേ ദിവസം ഉറങ്ങുന്നു, കുറച്ച് സ്ഥലത്ത് കുറേ ദിവസം ഉണ്ണുന്നു, ഉടുക്കുന്നു, കുറേ ബന്ധങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുന്നു, ആ ബന്ധങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. കുറേ ദിവസം കഴിയുമ്പോൾ ആ ബന്ധങ്ങൾ നമ്മെ വിട്ടു പോകുന്നു. നൈമിഷികമായി നമുക്ക് കിട്ടുന്ന സുഖദുഃഖങ്ങളെ നമ്മൾ നോക്കിയിട്ട്, നൈമിഷികമായി ഉണ്ടാകുന്ന സ്വത്തിനെയും സുഖത്തെയും ദുഃഖത്തെയും അധികാരത്തെയും സമ്പത്തിനെയും എല്ലാം നോക്കിയിട്ട് ഇതാണ് നമുക്കുള്ളത് എന്ന് ആലോചിച്ചാൽ, ഇതാണ് ശാശ്വതം, അല്ലെങ്കിൽ ഇത് ശാശ്വതമല്ലാത്തതാണെന്ന് ചിന്തിച്ചാൽ ആ ചിന്ത ഒരു പ്രശ്നമാണ്. അതിനപ്പുറമുള്ള ശാശ്വതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു യാത്രയാണ്, ആ യാത്ര ഒരു തുടർച്ചയാണ്, അത് ശാശ്വതമായ യാത്രയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങളുടെ ആയാലും, വെള്ളത്തിൻ്റെ ആയാലും, വായുവിൻ്റെ ആയാലും, പ്രകാശത്തിൻ്റെ ആയാലും, അഗ്നിയുടെ ആയാലും, ആ യാത്ര എന്ന് പറയുന്നത് ആ യാത്രയുടെ പിന്നിലുള്ള സത്യവും എന്ന് പറയുന്നത് ഒരു ഉണ്മയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതിങ്ങനെ അനുസ്യൂതം, അനവരതം, എല്ലാ കാലവും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നിത്യമാണ്, അനിത്യമല്ല, അത് ശാശ്വതമാണ്. ആ ശാശ്വതമായതിലേക്ക് നമ്മളെ ഫിറ്റ് ചെയ്യുമ്പോൾ, ആ ശാശ്വതമായതിലേക്ക് രൂപം മാറാൻ നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ, ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എനിക്ക് മാറാൻ, ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാമെന്നും, അങ്ങനെ ഇഷ്ടപ്പെടാത്ത രൂപങ്ങളും വരുമെന്നും, അതിലേക്ക് ഞാൻ മാറാൻ തയ്യാറാകണമെന്നും, എൻ്റെ ശരീരവും മനസ്സുമൊക്കെ അങ്ങനെയുള്ള രൂപമാറ്റത്തിന് തയ്യാറായി കൊടുക്കണമെന്ന് പറയുമ്പോൾ, മരണമെന്ന് പറയുന്നത് പോലും നമുക്ക് പലപ്പോഴും ഒരു സുഖകരമായ അനുഭവമായി തോന്നും. കാരണം മരണമെന്ന് പറയുന്നത് കേവലമായ ശരീരത്തിൻ്റെ ഒരു നാശമാണെന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും നമുക്ക് ചിന്തിച്ചു പോകാം. അപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ കൈവശമിരിക്കുന്ന തുക, എൻ്റെ പോക്കറ്റിലിരിക്കുന്ന തുക, എൻ്റെ പേഴ്സിലിരിക്കുന്ന തുക നഷ്ടമായി കഴിയുമ്പോൾ, താൽക്കാലികമായത് മറ്റൊരാളിന് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് സങ്കടമുണ്ടാകും. പിന്നെ ഇല്ലല്ലോ, അതെൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അതെൻ്റെ കയ്യിൽ ശാശ്വതമല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ, മറ്റൊരു സമയത്ത്, മറ്റൊരു സ്ഥലത്ത് വെച്ച് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കിട്ടും, അതിനേക്കാൾ വലിയ തോതിൽ എനിക്ക് മറ്റു കാര്യങ്ങൾ കിട്ടും. ഇതൊരു ചാക്രിക വ്യവസ്ഥയാണ്. ഈ ചാക്രിക വ്യവസ്ഥ മനസ്സിലാക്കിയാൽ, ഈ സൈക്ലിക് പ്രോസസ്സ് മനസ്സിലാക്കിയാൽ, ഈ ചക്രം മനസ്സിലാക്കിയാൽ വളരെ രസകരമാണ്. ഈ ചക്രത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ചക്രം എന്ന് പറഞ്ഞാൽ കാശല്ല, ഈ ഒരു സർക്കിളിലാണ് നിലനിൽക്കുന്നത്. അത് വെള്ളത്തിന് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ വായുവിനെ എടുത്തോളൂ, നിങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ എടുത്തോളൂ, മണ്ണിനെ എടുത്തോളൂ, ആകാശത്തെ എടുത്തോളൂ, മനുഷ്യരെ എടുത്തോളൂ, സകല ചരാചരങ്ങളെ എടുത്തോളൂ. ഈ ഒരു മാറ്റം ഇതാണ് മാറ്റം. ആ മാറ്റം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള നാശമല്ല, അത് രൂപമാറ്റം മാത്രമാണ്, ഘടനമാറ്റം മാത്രമാണ്, സ്ട്രക്ചറിൻ്റെ മാറ്റമാണ്. അത് പിന്നെ ഭാവത്തിൻ്റെ ഉള്ള മാറ്റമാണ്, സ്ഥലത്തിൻ്റെ മാറ്റമാണ്,
ഊർജത്തിൻ്റെ മാറ്റമാണ്. അപ്പോഴും അടിസ്ഥാനപരമായി ഫിസിക്സ് തന്നെ ചിന്തിച്ചോളൂ. അടിസ്ഥാനപരമായി ദ്രവ്യവും ഊർജവും സ്ഥലവുമെല്ലാം ഇവിടെ ഉണ്ട്. അത് കൽപ്പാന്തകാലം മുതൽ ഇവിടെ ഉണ്ട്, അനാദികാലം വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ കൽപ്പാന്തകാലം മുതൽ അനാദികാലം വരെ ഉള്ള അതിന് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അറിയാത്ത ആ വസ്തുവിൽ നമ്മളൊരു ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അത്രയും വിശാലമായ പ്രപഞ്ചത്തോളം ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന വലിയ ഞാൻ ഒരുപാട് പ്രപഞ്ചങ്ങളെ ചേർത്ത് പറയുന്നു. അത്രയും വിശാലമായതിൻ്റെ ഭാഗമാണ് ഞാനെന്നും എനിക്ക് രൂപമാറ്റം ഉണ്ടാകുമെന്നും താൽക്കാലികമായി മാത്രമേ ഞാൻ ഈ രൂപത്തിലുള്ളൂ എന്നും എന്നാൽ ഞാനെന്ന ഉന്മ ശാശ്വതമായി ഇവിടെ ഉണ്ടെന്നും അത് പല രൂപത്തിൽ പല ഭാവത്തിൽ പല ഇടങ്ങളിൽ പല സ്ട്രക്ചറുകളിൽ പല ഘടനകളിൽ ഞാൻ വന്നുകൊണ്ടേയിരിക്കും പോയിക്കൊണ്ടേയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ശാശ്വതമായ സത്യം തിരിച്ചറിഞ്ഞാൽ അത് കേവലമായ ഒരു ആത്മീയതയോ കേവലമായ ഒരു ഉന്മയോ കേവലമായൊരു സത്യമോ അല്ല. യാഥാർത്ഥ്യം അതാണ്, നിത്യതയാണ്, ശാന്തതയാണ്. അതാണ് ഈ ഭൂമിയിലുള്ളത്. മറ്റത് താൽക്കാലികമാണ്. എനിക്ക് കിട്ടിയ ജോലി താൽക്കാലികമാണ്, ഞാൻ ഇറങ്ങിയേ കഴിയൂ. എനിക്ക് കിട്ടിയ ജീവിതം, എനിക്ക് കിട്ടിയ ഭക്ഷണം എല്ലാം താൽക്കാലികമാണ്. അതെല്ലാം താൽക്കാലികമാണ്. പക്ഷെ താൽക്കാലികമല്ലാതെ പക്ഷേ എനിക്ക് തരുന്ന ശമ്പളമായാലും ഭക്ഷണമായാലും ഞാൻ ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ആയാലും അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിലേക്ക് പോയാൽ അതെല്ലാം ഇവിടെ ഉള്ളതാണ്. അതിവിടെ ശാശ്വതമാണ്. അപ്പോൾ ശാശ്വതമായ ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ ഉൾപ്പെടെയുള്ള സകല ചരാചരങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് ഈ പറഞ്ഞ പോലെ മരിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ശരീരം വിട്ട് പോകാൻ അവസരമുള്ളപ്പോഴും വളരെ കൃത്യമായി ഈ ഭൂമിയിൽ ശാശ്വതമായതിലാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് ശാശ്വതമായ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് എല്ലാം ശാശ്വതമാണ്. പിന്നെ നിത്യത അല്ലെങ്കിൽ അനിത്യതയുള്ളത്, ശാശ്വതമല്ലാത്തത് ഈ രൂപമാറ്റത്തിൽ വരുന്ന ഞാൻ ഈ പറഞ്ഞ ചെറിയ കാലയളവുണ്ടല്ലോ, ആ കാലയളവിൽ തീർച്ചയായിട്ടും അതിൻ്റെ രൂപം മാറിയല്ലേ കഴിയൂ. കാരണം ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേക സമയത്ത് പ്രത്യേക കാലത്തിൽ പ്രത്യേക സ്ഥലത്ത് രൂപപ്പെട്ടത് അതിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറിക്കൊടുത്തല്ലേ കഴിയൂ. അത്രമാത്രമേ ഉള്ളൂ മാനവരാശി മനസ്സിലാക്കേണ്ട സത്യം. ഈ സത്യം എന്ന് മനസ്സിലാക്കിയാൽ നിത്യതയാണ്, നിതാന്തതയാണ്, എന്താണ് ഉള്ളതാണ് ഈ ജഗത്തെന്നും ഈ ബ്രഹ്മമെന്നും ഈ സത്യവും ഒക്കെ ഉള്ളതാണെന്നും ബാക്കി കാണുന്നതൊക്കെ മായയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാറ്റും. മായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നിൽ ഇല്ല എന്നുള്ള അർത്ഥമല്ല. അതിനൊരു നിശ്ചിത കാലം, നിശ്ചിത രൂപം, നിശ്ചിത ഘടന, നിശ്ചിത സ്ഥലം, നിശ്ചിതമാണത്. പക്ഷേ നിത്യമല്ല. എന്നാൽ നിത്യമായതാണ് ഈ പ്രപഞ്ചം, നിത്യമായതാണ് ഈ സത്യം എന്ന് തിരിച്ചറിയുമ്പോൾ നിത്യതയിലാണ്, അല്ലെങ്കിൽ പിന്നെ നശിക്കാത്തതിലാണ് ഇത് കരുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേദം പറയുന്നതായാലും ബുദ്ധൻ പറയുന്നതായാലും ആധുനിക ഫിസിക്സ് പറയുന്നതായാലും നമ്മുടെ ചിന്തകളിൽ വരുന്നതായാലും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ എത്ര മനോഹരമാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയും. അത് പരമാവധി ആനന്ദമാക്കുന്നത് എങ്ങനെ? ജ്ഞാനത്തിലൂടെ, കർമ്മത്തിലൂടെ, ആനന്ദത്തിലൂടെ നിത്യതയിലേക്ക്, അല്ലെങ്കിൽ അത് എല്ലാ കാലത്തേക്കും കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നാണ് നമ്മോട് വേദങ്ങളും പുസ്തകങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ അധ്യായങ്ങൾ നമുക്ക് തുറക്കാം. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് 3ാമത്തെ എപ്പിസോഡ് മാത്രമേ ആയിട്ടുള്ളൂ. നീണ്ട എപ്പിസോഡുകളായി ഇത് ചെയ്യുന്നത്. ഇതിൽ ഗൗരവമായി ചിന്തിക്കുന്ന ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ചെറിയ ചെറിയ എപ്പിസോഡുകളൊക്കെ ചെയ്യാം. പക്ഷേ ആളുകൾ വളരെ വിശദമായി ഇതൊരു പഠന പരിപാടി പോലെ ചിന്തിക്കാനാണ്. പക്ഷേ ഇതൊരു ലാസ്റ്റ് ഡെസ്റ്റിനി അല്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ സ്വയം ആലോചിക്കുക. നിങ്ങൾ പുരാണം വായിക്കുന്നവരായിരിക്കാം, നാരായണീയം വായിക്കുന്നവരായിരിക്കാം, സൗന്ദര്യലഹരി വായിക്കുന്നവരായിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ മഹാഭാരതം വായിക്കുന്നവരായിരിക്കാം, ഭാഗവതം വായിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീത വായിക്കുന്നവരായിരിക്കാം, രാമായണം വായിക്കുന്നവരായിരിക്കാം, ശിവപുരാണം, വൈഷ്ണവപുരാണം, ദേവീപാരായണം എല്ലാം ചെയ്യുന്നവരായിരിക്കാം. അപ്പോഴും നിങ്ങൾ സ്വസ്ഥമായിരുന്നെന്ന് ആലോചിക്കുക. ഞാനിതൊക്കെ വായിക്കുമ്പോൾ, ഞാനിതിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, ഞാനിതൊക്കെ പഠിക്കുമ്പോൾ, ഞാനിതൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും ഈ പറഞ്ഞ നിത്യതയുടെ ഈ സത്യത്തിൻ്റെ അംശം എന്നിലും കടന്നിട്ടുണ്ടോ? അതോ ഞാൻ ഈ താൽക്കാലികമായ പുസ്തകത്തിൽ, ഈ താൽക്കാലികമായി എഴുതി വച്ചിരിക്കുന്ന ഈ കാര്യങ്ങളിൽ, എഴുതി വെച്ചത് താൽക്കാലികമൊന്നുമല്ല, ആ കാര്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമല്ല, നിത്യമാണ്. പക്ഷേ ആ താൽക്കാലികമായ വസ്തുക്കളിൽ ഞാൻ രമിക്കപ്പെട്ട് കിടക്കുകയാണോ എന്നുകൂടി ചിന്തിക്കണം.